എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം ജനുവരി 2026 മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 2026 ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. Justice energy, High Priestess, Two of Cups, Lovers, Six of Swords, King of Swords. ആദ്യം തന്നെ ജസ്റ്റിസ് എനർജി. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തിൻ്റെ സമയമാണെന്ന് പറയാം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ജാതകം കാര്യങ്ങളൊക്കെ നോക്കുന്നവരും ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശനി ഇത് ഭാവത്തിലാണ് നിൽക്കുന്നത്, എത്രാമത്തെ എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ. പൊതുവേ പറയുകയാണെങ്കിൽ ജസ്റ്റിസ് എനർജി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യുന്ന സമയമാകാം. പക്ഷെ അത് ജാതകവശാൽ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും പൊതുവിൽ പറയുന്ന ഒരു സമയമാണെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അല്ല, നിങ്ങളുടെ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പോൾ നിങ്ങളങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ ഒന്നും നെഗറ്റീവ് കർമ്മങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഭയപ്പെടേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഇവിടെ ജസ്റ്റിസ് എനർജി ആയതുകൊണ്ട് തന്നെ പേഴ്സണൽ സിറ്റുവേഷൻസിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ലൈഫിലൊരു ബാലൻസ് ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ഇമോഷണൽ റിയാക്ഷൻസ് പല കാര്യങ്ങളിലും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ബന്ധം, അതായത് നിങ്ങൾ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇമോഷൻസിന് മാറ്റം വരും. ഇപ്പോൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങളോ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ മൂഡ് സ്വിങ്സ് ചിലപ്പോൾ അതിനനുസരിച്ചിട്ടുണ്ടാവാം. അതിന് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളോടുള്ളൊരു പെരുമാറ്റവും രീതികളും കാര്യങ്ങളും അത് ബാധിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സമയത്ത്. വളരെയധികം ഇമോഷണലി ചാർജ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ യു മേ ബി കോൾഡ് അപ്പോൺ ടു എന്താ പറയുക, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ്, അതായത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് വളരെ നല്ലതാണെന്ന് മറ്റുള്ളവർ അതായത് നിങ്ങൾ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ അഡ്വൈസസിനൊക്കെ മറ്റുള്ളവർ നിങ്ങളെ വിളിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള അതായത് നിങ്ങളുടെ പേഴ്സണൽ കണക്ഷൻ, ഇപ്പോൾ ഒരു സുഹൃത്ത് മായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എങ്കിൽ അഭിപ്രായങ്ങൾ പറയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാതിരിക്കുക. അതായത് നിങ്ങൾക്ക് പേഴ്സണലി കണക്ഷനുള്ള വ്യക്തികളുടെ കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തീർപ്പ് കൽപ്പിക്കേണ്ടി വരുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് എപ്പോഴും ഉത്തമം. കാരണം ഇവിടെ ചില സിറ്റുവേഷൻസ് അങ്ങനെയുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ ഈവൻ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ സ്വന്തം ഇപ്പോൾ ബന്ധുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ബന്ധമുള്ള ആളുകളുടെ ഇതിൽ നിന്ന് ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോൾ ചില അത് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് വിധി കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു ബയാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു ബയാസ് ഇല്ലാത്തൊരു വ്യക്തിത്വം ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണെങ്കിലും കർമ്മത്തിനനുസരിച്ചിട്ട് ഉള്ള ഫലം നൽകുന്ന ശനിയെ പോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആണ് എന്നുള്ളത് മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ പ്രീസ്റ്റേഴ്സ് എനർജിയാണ്. നിങ്ങൾ വളരെ ഇൻഡ്യൂട്ടീവും സ്പിരിച്വലും ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണും. മറ്റുള്ളവർ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ അഡ്വൈസ് ചോദിക്കുന്നതൊക്കെ. ഒപ്പം തന്നെ പല സ്പിരിച്വലും റിലീജിയസും മതപരമായിട്ടുള്ള ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇവയൊക്കെ നിങ്ങളോട് മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് അതും. അപ്പോൾ പല കാര്യങ്ങളിൽ നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നൊരു സമയമാണ്. നിങ്ങൾ വളരെ ഒരു അറിവുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നുള്ളത് മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ മറ്റുള്ളവർ ഏത് രീതിയിലാണോ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളത് കൂടിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല കാര്യങ്ങളിലും
നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില നിങ്ങളുടെ പ്രവർത്തികളും രീതികളും ഉണ്ട്. അപ്പം മറ്റുള്ള ചില ആളുകൾ അത് മനസ്സിലാക്കുകയും നിങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ, രീതികൾ, നിങ്ങളുടെ ആക്ഷൻസ് ആയിരിക്കും ചിലപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വം പൊതുവെ മറ്റുള്ളവരിൽ ഒരു പ്രഭാവം ചെലുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രത്യേകതകൾ, കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതും നിങ്ങളെ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വരുന്ന ഒരു വർഷം സമൂഹത്തിൽ നിന്ന് ഒത്തിരി റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു വർഷം പൊതുവേ പ്രണയവും വിവാഹവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. 2 ഓഫ് കപ്സ് ലവേഴ്സ് എനർജി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് പ്രണയം ഈ ഒരു സമയം കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിത്ത കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രണയവും പിന്നെ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയായിരിക്കും. പ്രത്യേകിച്ച് ആ ഒരു കൗമാരപ്രായത്തിലിരിക്കുന്ന ആളുകൾ പല കാര്യങ്ങളിലേക്ക്, പ്രണയം മാത്രമല്ല പുതിയ പുതിയ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ്. കുട്ടികളുള്ളവരാണ്, കുട്ടികളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നമ്മളുടെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ഇത് പൊതുവെ ആളുകൾക്ക് ഉള്ളതാണെങ്കിൽ കൂടിയും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവരുടെ കൂട്ടുകെട്ടുകളും രീതികളും കാര്യങ്ങളും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എങ്കിൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയാതിരിക്കുക. അതിനർത്ഥം അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നല്ലതല്ല. അവരെ അവഗണിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അതേപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ അതിലേക്ക് ചെന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതൊരു പ്രായത്തിൻ്റെ ഒരു ലവ്, പ്രണയം എന്നുള്ള രീതിയേക്കാൾ കൂടുതൽ ഒരു ഇൻഫാക്ച്വേഷനാണ് കാണിക്കുന്നത്, പ്രായത്തിൻ്റെതായിട്ടുള്ള. അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വിവാഹം ഓൾറെഡി വിവാഹപ്രായമായിട്ട് ജോലിയുള്ളവർ, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പ്രണയത്തിൽ നിൽക്കുന്നവർക്ക് അത് പിന്നീട് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സമയമാണ്. വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ ഒരു വർഷം പൊതുവേ നല്ലതാണ്. വിവാഹിതരായിട്ടുള്ളവർ അവരുടെ ബന്ധം നല്ല ഒരു ഡെപ്ത്, അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞവർ ആ വിവാഹം കുറച്ചുകൂടി ഡീപ്പാകുന്നുണ്ട്. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുമിച്ചുള്ള യാത്ര ഒത്തിരി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലവേഴ്സ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലവേഴ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒത്തിരി കെയർ ആയിരിക്കും നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും എന്നുള്ള രീതിയിൽ. ഇപ്പോൾ വിവാഹിതരോ അങ്ങനെ ഒരു ജീവിത പങ്കാളി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട് വളരെയധികം കാരുണ്യവും സ്നേഹവും ദയ, മമത അല്ലെങ്കിൽ നെർച്ചറിങ് ആയിട്ടുള്ള, കെയറിങ് ആയിട്ടുള്ള ഒരു രീതിയാണ് പൊതുവെ. അതിപ്പോൾ പൊതുവെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട്, ഇപ്പോൾ സുഹൃത്തുക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും അച്ഛനമ്മമാർ ആരോടായാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം വിവാഹയോഗം കാണിക്കുന്നൊരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ചില ആളുകൾ. അത് കാരണം നമ്മൾ പ്രണയത്തിലാകുമ്പോൾ മറ്റാളുകളുടെ ഇൻഫ്ലുവൻസിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേക്കാം. പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ആരെ പ്രണയിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ആ ഒരു വ്യക്തിയുടെ രീതികളും കാര്യങ്ങളും പലതും മനസ്സിലാക്കുക. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് കാണിക്കുന്നതെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഒരു വ്യക്തിയോടുള്ള പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെയും പ്രണയിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെയും പ്രണയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 6 ഓഫ് സോർഡ്സ് എനർജിയാണ്, മുന്നേറ്റമാണ് ലൈഫിൽ കാണിക്കുന്നത്. അപ്പോൾ കരിയറിൽ സാധ്യതകളുണ്ട്. കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂടുതൽ പെർമനൻറ്റ് പൊസിഷനിലേക്ക്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് കടക്കുന്ന സാധ്യത, ഗവൺമെൻറ് ജോലിയിലേക്ക് കടക്കുന്ന സാധ്യത, ജോലിയിലുള്ള മാറ്റമാണ് കൂടുതൽ കാണിക്കുന്നത്, ജോലി മാറ്റം കാണിക്കുന്നു. അപ്പോൾ ജോലി മാറുമ്പോൾ ഒരു പക്ഷെ പുതിയൊരു ഹയർ പൊസിഷനിലേക്ക് പോകുന്നതും ആവാം. ഒരേ ജോലിയിൽ നിൽക്കുന്നതിൽ പ്രൊമോഷൻ സാധ്യതകൾ കാണിക്കുന്നില്ല, മറിച്ച് വേറൊരു ജോലിയിൽ നിന്ന് ആ ഒരു കമ്പനിയിൽ നിന്നുള്ളൊരു മാറ്റം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ ശ്രമിക്കാം. അത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും മുന്നേറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും കാണിക്കുന്നു. അതേപോലെ തന്നെ കിങ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലൈഫിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. സ്പിരിച്വൽ ബ്രേക്ക് ഡൗൺ ഇവിടെ കാണുന്നുണ്ട് ചില ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ സ്പിരിച്വലി കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നത്, കാരണം ഇവിടെ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്.
കൂടുതൽ നിങ്ങൾ പഠനങ്ങളിലേക്ക് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠനം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ പരീക്ഷ പാസ്സാവാനുള്ള രീതിയല്ല, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നോവലുകൾ ആ ഒരു രീതിയിലല്ല, കൂടുതൽ അറിവ് നൽകുന്ന രീതിയിൽ ഫിലോസഫിക്കലായിട്ടുള്ളോ സയൻറ്റിഫിക്കോ ഏത് തരത്തിലോ വായനകൾ കൂടുതൽ കാണിക്കുന്നുണ്ട്. അത് പ്രായമായിട്ടുള്ള ആളുകൾ അതേപോലെ വീട്ടമ്മമാരെ സംബന്ധിച്ച് പുസ്തകങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ വായിച്ചിട്ടില്ല, അതായത് പഠിക്കുന്ന പുസ്തകം അല്ലാത്തത് വായിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ച് അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.